L2 എമ്പുരാൻ പടം ഞാൻ ഇന്നലെ വൈകിട്ട് കണ്ടു. ഇവിടെ ജർമ്മനിയിൽ മ്യൂണിക്കിലാണ് ഞാൻ സിനിമ കണ്ടത്. ജർമ്മനിയിൽ ഏകദേശം 110 സെൻറ്ററിൽ ഈ പടം റിലീസായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഒരു മലയാളം പടത്തിനും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു റിലീസ് ഇവിടെ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് കാണിക്കാൻ പറ്റുന്ന തിയേറ്ററിലെല്ലാം ഇവരത് കാണിക്കുന്നുണ്ട്. മ്യൂണിക്കിൽ തന്നെ 4-5 തിയേറ്ററിൽ മൾട്ടിപ്പിൾ ഷോസൊക്കെ ആയിട്ട് ഓടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ടിക്കറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാവർക്കും കിട്ടും. പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ഒരു സലാം കൊടുക്കും. ആർക്കാണ് ഇത്? നമ്മളെ ആൻ്റണി ചേട്ടൻ ഫസ്റ്റ് പാർട്ടിൽ നമ്മളെ ലാലേട്ടന് അവസാനം കൊടുത്ത സലാം, അതേപോലത്തെ ഒരു സലാം ഞാൻ കൊടുക്കുന്നത് നമ്മളെ രാജുവേട്ടനാണ്, പൃഥ്വിരാജ്. വേറൊന്നും കൊണ്ടല്ല, 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത് പടത്തിൻ്റെ മേക്കിംഗ്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ രണ്ടാമത്തത് നമ്മുടെ മുരളി ഗോപി ഈ സ്ക്രിപ്റ്റ് എഴുതി രാജുവേട്ടൻ്റെ കൈ കൊണ്ട് കൊടുത്തപ്പോൾ അത് വായിച്ചിട്ട് നമുക്ക് ഈ പടം ചെയ്യാം എന്ന് പറഞ്ഞ പുള്ളിയുടെ കോൺഫിഡൻസ്, അതിനു വേണ്ടിയാണ് ഈ സലാം ഞാൻ കൊടുക്കുന്നത്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരളി ചേട്ടൻ ഇതിൽ അത്യാവശ്യം നല്ലോണം പൊളിറ്റിക്സ് എഴുതിയിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ. അപ്പം ലൂസിഫർ എന്ന് പറഞ്ഞൊരു പടം 5 വർഷം മുമ്പേ വേറെ ലെവലിലുള്ള ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഒരു പടം. അതായത് മേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും സ്റ്റോറി എന്തൊക്കെ പറഞ്ഞാലും ആ ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു ബെഞ്ച് മാർക്കുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ദ റൂഫാണ് എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രീതിയിലൊക്കെയാണ് ആൾക്കാർ ചർച്ച ചെയ്യുന്നത്, മനസ്സിലായില്ലേ? പയ്യന്മാരൊക്കെ ചുമ്മാ ലൂസിഫറൊക്കെ എടുത്ത് ഈ എമ്പുരാൻ ഇറങ്ങാൻ പോകുന്ന പറഞ്ഞാൽ ലൂസിഫറൊക്കെ എടുത്ത് റീവാച്ച് ചെയ്ത് അതിൽ നിന്ന് ത്രെഡൊക്കെ പുള്ള് ചെയ്യാൻ നോക്കിയാണ്. അതായത് സെക്കൻഡ് പാർട്ടിൽ ഇതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ്, മനസ്സിലായില്ലേ? ആ ലെവലിൽ ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന പടം. അത് മാത്രമല്ല ലാലേട്ടൻ എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാ എക്സ്പെക്റ്റേഷനും ഇവിടെ നിൽക്കുമ്പോൾ ഒരു സാധാരണ ഫിലിം മേക്കർ ആണെങ്കിൽ ആരെങ്കിലും സ്ക്രിപ്റ്റിൽ പൊളിറ്റിക്സൊക്കെ കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കും. അതായത് എങ്ങാനും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാളും, മനസ്സിലായില്ലേ? അവസാനം വല്ല പ്രൊപ്പഗാൻഡ പടം എന്നോ ബോയ്ക്കോട്ട് എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയ്ക്ക് പണി കിട്ടും. അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ളൊരു മൂവിയിൽ അധികം പൊളിറ്റിക്സ് പ്ലേ ചെയ്യാൻ നോക്കില്ല. പക്ഷേ നമ്മുടെ പൃഥ്വിരാജ് ഇതിൽ ഒരു റിസ്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഹീ ഇൻക്ലൂഡഡ് ദിസ്. നമ്മളിപ്പം ചില സിനിമകളിലൊക്കെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഇടയിൽ കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു സിറ്റുവേഷനിൽ ഒരു പൊളിറ്റിക്സ് കാണിക്കും. അപ്പോൾ നമ്മൾ പറയും, ഓ ഇത് ആ പാർട്ടി ഉദ്ദേശിച്ചാണ് ചെയ്തത്. അപ്പം അങ്ങനെയല്ല, ഇത് ആക്ച്വലി മെയിൻ ത്രെഡിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ പൊളിറ്റിക്സ്. അതങ്ങനെ എഴുതിയിരിക്കുന്നതാണ്, അത് ഇൻറ്റൻഷനലി ചെയ്തേക്കുന്നത് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ തുടങ്ങുമ്പം മറ്റേ ഇനീഷ്യൽ ഇതിൽ കാണിക്കുന്ന ഗ്രാഫിക്സ് മുതൽ ആ ഗ്രാഫിക്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ആ ഒരു പൊളിറ്റിക്കൽ ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്സ് ആർക്ക് വേണോ പറയാം, മനസ്സിലായില്ലേ? ഇതിലിങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഫ്രീഡം, നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് നമ്മുടെ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫിലിം മേക്കേഴ്സിനും അതിൻ്റെ എക്സ്പ്രഷന് ഫ്രീഡം ഉണ്ട്. നമ്മൾ ഒരുപാട് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലുള്ള പൊളിറ്റിക്കൽ മാറ്റേഴ്സ്, മനസ്സിലായില്ലേ, എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പ് മൂവീസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെതിരെ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്, ബോയ്ക്കോട്ട്സ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ടിപ്പിക്കലി നടക്കുന്നതാണ്. ഇത് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനെയും പൃഥ്വിരാജ് വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ഒരു പടമല്ല, മനസ്സിലായില്ലേ? ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ, അതും ഹൈലി സക്സസ്ഫുൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു പൊളിറ്റിക്സ് ഫസ്റ്റ് പാർട്ടിൽ ഇല്ലാത്ത ആ ഒരു പൊളിറ്റിക്കൽ പാർട്ട്, ഫസ്റ്റ് പാർട്ടിൽ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും ഇറ്റ് വാസ് ക്ലീൻ, മനസ്സിലായി? ആർക്കും അവിടെ ഒരു പരാതിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പാർട്ടീസിനെ ഇൻവോൾവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചില പരാതികൾ വരും. അപ്പം അങ്ങനെ ഒരു സാധനം എടുത്ത് സെക്കൻഡ് പാർട്ടിൽ, ഫൈനലി സക്സസ്ഫുൾ ഫസ്റ്റ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടിലിട്ട് വയ്ക്കുമ്പോൾ അവിടെ ഒരു വലിയ റിസ്ക് ഇൻവോൾവ് ആണ്. അത് ചെയ്യാൻ കാണിച്ച പൃഥ്വിരാജ് സുകുമാരൻ്റെ ഗട്ട്സ് എന്ന് പറയുന്നത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയുടെ തുടക്കം തന്നെ കുറച്ച് നേരത്തേക്ക് ഡയലോഗ്സ് എല്ലാം ഹിന്ദിയാണ്. അപ്പം ആദ്യം ചിലപ്പം തോന്നിപ്പോവും, ഓ ഇത് അറിയാതെ തിയേറ്റർ മാറി കയറിയോ, ഹിന്ദി വെർഷനിലാണോ കയറിയെന്നൊക്കെ ചോദിക്കും ആൾക്കാർ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, മലയാളം വേർഷനിൽ തന്നെ അവർ ഹിന്ദി പർപ്പസ്ഫുള്ളി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്സ് വായിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ചർച്ചയൊക്കെ അറിയാമല്ലോ, ഹിന്ദി ഇമ്പോസ് ചെയ്യാൻ നോക്കുന്നു സൗത്ത് ഇന്ത്യൻസിലേക്ക്, അങ്ങനെയൊക്കെയുള്ള ചർച്ചയൊക്കെ നോക്കുമ്പോൾ സ്ക്രിപ്റ്റിലെ പൊളിറ്റിക്സും കൂടെ ഒക്കെ ചേർത്ത് വായിക്കുമ്പോഴത്തേക്കും അത് പർപ്പസ്ഫുള്ളി ആ ഹിന്ദി എന്ന് പറഞ്ഞ ലാംഗ്വേജ് റീറ്റെയിൻ ചെയ്തേക്കുന്നത് തന്നെയാണ്, മനസ്സിലായില്ല? ആ ഒരു പൊളിറ്റിക്കൽ ചായ്വ് ഉള്ളത് കൊണ്ട്. ആ പടം ആ ഫസ്റ്റ് തുടക്കത്തിലുള്ള കുറച്ച് സീൻസ് അത് എടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ. ഓക്കെ, അത്
ഇപ്പം മേക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറയാം. പക്ഷേ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച്, അതായത് എല്ലാ വിധത്തിലും ചിന്തിച്ച് എല്ലാ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ഫിലിമാണ്. മനസ്സിലാക്കി. പുള്ളി ഇങ്ങനെ നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ ഈ മണി ഓറിയൻറ്റഡ് ആയിട്ടല്ല മൂവി എടുക്കുന്നത്. പുള്ളി ഒരു അക്കാഡമിക്കായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൂവിയെക്കുറിച്ച്, അല്ലെങ്കിൽ ക്യാമറയെ പറ്റി, ലെൻസിനെ പറ്റി, ഇതൊക്കെ പുള്ളി എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. പുള്ളിക്ക് അതിനെക്കുറിച്ചൊക്കെ വളരെ താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഓബ്വിയസ്ലി ഫോറിൻ മൂവീസിൻ്റെ മേക്കിംഗ് ഇതെല്ലാം കണ്ട് പഠിച്ച് അത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇനി മലയാളത്തിൽ വേറൊരാൾക്ക് ഇതേപോലെ ഒരു പടം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ പടം കഴിഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ അടുത്ത് റെഫറൻസസ് ചോദിക്കാവുന്നതാണ്. അതായത് കുറച്ച് ഫീഡ്ബാക്ക് ചോദിക്കാവുന്നതാണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് ഞാൻ എവിടെയാണ് ചെയ്യേണ്ടത്. കാരണം എന്താ പറഞ്ഞാൽ പുള്ളി കാര്യങ്ങളെല്ലാം നല്ല പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. രാജുവേട്ടൻ സ്മാർട്ടാണ്. കാരണം എനിക്ക് അറിയാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ്. അതുകൊണ്ട് അപ്പോഴേ ആൾ നല്ല സ്മാർട്ടാണ്. അപ്പോൾ അത് ആ ഒരു പ്രൊഫഷണലിസത്തിലാണ് പുള്ളി പടം എടുത്തേക്കുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഐ മീൻ നമ്മുടെ ഗോകുലം ഗോപാലൻ സാറ് ഒരു ഇൻ്റർവ്യൂവിൽ 180 കോടി എന്ന് പറഞ്ഞു ബഡ്ജറ്റ്. ആ പടം കാണുമ്പോഴത്തേക്കും നമുക്കറിയാം 180 കോടി മുടക്കിയിട്ടുണ്ട്. അത് കൂടുതൽ ചിലപ്പം ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദിപുരുഷൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും 500 കോടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവൻ കാശ് മുക്കി എന്ന് പറഞ്ഞില്ലേ. കാരണം അത് കാണുമ്പോൾ അറിയാം അത് 500 കോടിക്കൊന്നും ഇല്ല എന്ന്. പക്ഷേ ഇത് 180 കോടിക്കേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ സാധനം മേക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VFX ഒക്കെ കുറവാണ്. എല്ലാം അതേ ലൊക്കേഷൻസിൽ തന്നെയാണ് പോയി ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന വെഹിക്കിൾസും അതെല്ലാം പരിപാടി എല്ലാം അവർ ഒറിജിനൽ റിയലായിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതിൽ നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ തിയേറ്ററിൽ ലാലേട്ടനായിട്ട് പൂക്കൾ, പേപ്പർ, പൂച്ചെണ്ട് മുതലായവ എറിയാൻ വേണ്ടി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ കുറച്ച് അധിക സമയം അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ലാലേട്ടൻ വരാൻ കുറച്ച് സമയമെടുക്കും. ഈ പടത്തിൽ തുടക്കത്തിൽ കുറച്ച് കഴിഞ്ഞിട്ടേ പുള്ളി വരുന്നുള്ളൂ. ആ വരവെന്ന് പറഞ്ഞാൽ ഒരു വരവാണ്. ഇതിൽ അത്യാവശ്യം ഹെലികോപ്റ്റർ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഹെലികോപ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീനിൽ അവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഹെലികോപ്റ്റേഴ്സും അല്ല, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റേഴ്സ്, മനസ്സിലായില്ലേ, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഒന്നും രണ്ടൊന്നുമല്ല, 3 or 4 വെച്ചിട്ട് ഒരു സീൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മിലിറ്ററി യൂസിനൊക്കെ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റേഴ്സാണ്. അപ്പം അത് നമ്മുടെ രാജുവേട്ടൻ ഒപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ് ഐ വുഡ് സേ. മനസ്സിലായില്ലേ. അപ്പം അത് വെച്ചിട്ടൊരു സീനുണ്ട്. എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി. അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നേരം ഇപ്പം വരും ലാലേട്ടൻ ഇപ്പം വരും എന്ന് പറഞ്ഞാൽ കാത്തിരുന്ന് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ. അപ്പം ആ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം ലാലേട്ടൻ ആ ഒരു അറ്റയറിൽ കണ്ടിരിക്കുന്നത് ലൂസിഫറിൻ്റെ ലാസ്റ്റാണ്. അതായത് ഖുറേഷി അബ്രാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു നടന്നു വരുന്ന സീനുണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾ പുള്ളി ആ ഒരു അറ്റയറിൽ കണ്ടിരിക്കുന്നത്. അപ്പം ഒരു വേറെ ലെവലൊരു ഇതായിരുന്നു. അതായത് സ്റ്റീഫനെ നമ്മൾ മുണ്ടും ഷർട്ടുമായിട്ട് കണ്ട് ഫുൾ പടത്തിൽ കണ്ടിട്ട് അവസാനം ആ ഒരു കോട്ടൊക്കെ ഇട്ട് ലാലേട്ടൻ വന്നപ്പോൾ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ലാലേട്ടൻ കോട്ടിട്ട് വരുന്നത് കാണുന്നത് ഇതിൽ ഈ ഒരു എൻട്രിയിലാണ്. ഖുറേഷി അബ്രാം ലാസ്റ്റ് ഖുറേഷി അബ്രാമിനെ കണ്ടത് മറ്റേ മരുഭൂമിയിൽ മറ്റേ റൺവേയിൽ ലൂസിഫറിൻ്റെ അവസാനമാണ് കണ്ടത്. അതിനുശേഷം കാണുന്നത് ഇപ്പോഴാണ്. എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, ലാലേട്ടനെ കാണുന്ന എക്സൈറ്റ്മെൻറ്റ്, ഖുറേഷി അബ്രാമിനെ കാണുന്ന എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ എനിക്ക് തോന്നിയതാണ്. ഓക്കെ, പേഴ്സണലി വേറെ ആർക്കെങ്കിലും തോന്നിയെന്ന് എനിക്കറിയില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയത് ലാലേട്ടൻ ഇതിൽ ഖുറേഷി അബ്രാമായിട്ട് ഇട്ടിരുന്ന ഡ്രസ്സ് പുള്ളിക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ. അതായത് ഈ കണ്ട എനിക്ക് കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നി, വേറൊന്നുമല്ല. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ബോഡി സ്ട്രക്ചറിന് ചേരുന്ന പോലത്തെ ഒരു ഡ്രസ്സായിട്ട് എനിക്കത് തോന്നിയില്ല. ഓക്കെ, ഇപ്പം പാർട്ട് 1 നമ്മൾ കണ്ടു ഖുറേഷി അബ്രാം ഇൻട്രൊഡക്ഷൻ, അതേപോലത്തെ ഒരു സൂട്ട് വിട്ട് പുള്ളി നടന്നു വന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഓൾ ഗുഡ്. പക്ഷേ എന്നും പറയാം അത് തന്നെ എപ്പോഴും ഇടണം എന്ന് നിർബന്ധമില്ല. ദേ കുഡ് ഹാവ് എക്സ്പെരിമെൻറ്റഡ് വിത്ത് അതർ ടൈപ്സ് ഓഫ് ഡ്രസ്സസ് ആസ് വെൽ. പക്ഷേ ഇത് എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ജാക്കറ്റും ഒരു പാൻറ്റും ഇട്ടിട്ട് പുള്ളി ഇങ്ങനെ അധികം ബോഡി മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ഇങ്ങനെ റോബോട്ട് പോലെ നടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. മനസ്സിലായില്ലേ. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ എടുത്ത് നിർത്തിയിരിക്കുന്ന പോലത്തെ ഒരു ഫീല് വരും. അത് ആ ഡ്രസ്സിൻ്റെ ആ ഒരു പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾ ചോദിക്കും ഖുറേഷി അബ്രാം അപ്പം മുണ്ടും ജുബ്ബയായിട്ട് നടക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മൾ ജയിലർ പടം എല്ലാവരും കണ്ടതാണ്. അതിൽ ലാലായിട്ട് ഇട്ടുന്ന ഡ്രസ്സും നമ്മൾ കണ്ടതാണ്. നല്ല അടിപൊളിയായിട്ട് പുള്ളി അത് ഇട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി അതിൽ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതിനകത്ത് പുള്ളി ആക്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം.
ഇത് പുള്ളി എന്തോ ഭയങ്കര കെയർഫുള്ളായിട്ട് നടക്കുന്ന പോലെ, വലിയ മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത പോലെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി, ദാറ്റ്സ് ദ വേർഡ് ഐ വാസ് ലുക്കിംഗ് ഫോർ. ഒരു ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ലാലേട്ടൻ ഈ ഖുറേഷി അബ്രാം ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇതിനകത്ത് ഒരു അടിപൊളി ഒരു ഗൂസ് ബംസ് വരുന്ന ഒരു സീനുണ്ട്, മനസ്സിലായില്ല? അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റീഫൻ വരുന്നതിൻ്റെ. അത് ആ സീനിൻ്റെ മറ്റേ തോക്കിൻ്റെ ലേസറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ആ ലേസർ ഇങ്ങനെ ഓൺ ആവുന്നതൊക്കെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ലാലേട്ടനെ കാണുമ്പോഴത്തേക്കും അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ. ഈ സിനിമയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂമെൻറ്റ്സ് അതാണ്. അത് ഒരു ഫൈറ്റ് സീനാണ്, ഒരു ഫോറസ്റ്റിൽ വെച്ചിട്ടുള്ള. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് പീക്ക് ചെയ്യും. ഓക്കെ, അത് എന്തൊക്കെ വന്നാലും മിസ് ചെയ്യാൻ പാടില്ല. അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയും, ഈ പടത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ചും കൂടെ ആവാമായിരുന്നു. ഓക്കെ, ദിസ് വുഡ് ഹാവ് ബീൻ ഈ പടത്തിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരുന്നേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ മുണ്ടെടുക്കുമ്പോൾ ഉള്ള എന്തോ ഒരു മാജിക് ഉണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ലാലേട്ടനെ മുണ്ടെടുത്ത് കാണുമ്പം ഉള്ള ഒരു മാജിക്ക് അത് വേറെ തന്നെയാണ്. പിന്നെ നമ്മുടെ ആൻ്റണി ചേട്ടൻ, ആൻ്റണി പെരുമ്പാവൂർ ഇതിനകത്ത് ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 ലാലേട്ടന് പുള്ളി മറ്റേ ബാറിൽ സലാം കൊടുത്ത് നടന്നു പോയപ്പോൾ പലരും ചോദിച്ചു, ഇയാൾ ഇതിലെന്തിന്, എന്താണ് ഈ കഥയിൽ പുള്ളിയുടെ റോൾ എന്താണ്, ആരാണ് പുള്ളി എന്ന്, ബാർ മുതലാളിയാണോ എന്നൊക്കെ ചോദിച്ച് പോയ ആൾക്കാരുണ്ട്. അപ്പം അതിന് ഉത്തരവായിട്ട് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി പുള്ളി ഇതിലുണ്ട്, ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ആരൊക്കെയോ പറയുന്നത് കേട്ടു അവർക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷേ എനിക്ക് ആക്ച്വലി ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. പുള്ളി ഒരു ചെറിയൊരു കോമഡിക് ടച്ചിലാണ് അത് ചെയ്തിരിക്കുന്നത്. പുള്ളി അങ്ങനെ ഒരു വലിയ ആക്ടറല്ല. അപ്പം പുള്ളിയുടെ ബോഡി മാനറിസംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷൻ ഇല്ല, എങ്കിലും പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ചെറിയ കോമഡി ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എനിക്ക് വളരെ മോശമായിട്ടൊന്നും തോന്നിയില്ല, മനസ്സിലായില്ലേ? ചിലർക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കമ്പയർ ചെയ്യുന്നത് ലൂസിഫറായിട്ടാണ്. ഇപ്പോൾ ലൂസിഫറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഓരോ ഫ്രെയിമും ആ രീതിയിലാണ് സെലക്ട് ചെയ്തേക്കുന്നത്, മനസ്സിലായില്ലേ? ഒരു അൺവാണ്ടഡ് സീനോ അല്ലെങ്കിൽ ആ മൂവിയുടെ ആ ഒരു ഗ്രാഫ് താന്നു പോകുന്ന ഏതെങ്കിലും ഒരു സീനുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ആ ഒരു ടെമ്പോ കീപ്പ് ചെയ്ത് ഇങ്ങനെ പോയ മൂവിയാണ്. അപ്പോൾ ഇതിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നും ഇതിവിടെ വേണമായിരുന്നു എന്ന് തോന്നും. ഐ മീൻ ആ സീൻ മോശം എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മുടെ ആ ഒരു ടെമ്പോ ചിലപ്പോൾ സമയങ്ങളിൽ താഴോട്ട് പോകുന്ന ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഉള്ള കാര്യമാണ്. ചില സീൻസിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പാട്ട് വരുന്നുണ്ട്, ആ പാട്ടിലും ചില സീൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും. ബട്ട് എന്നും പറഞ്ഞാൽ അത് ബാഡ് സീൻസ് എന്നല്ല പറയുന്നത്. നമ്മൾ മനസ്സിലായില്ല, ആ ഒരു ലൂസിഫറായിട്ടുള്ളൊരു കമ്പാരിസൺ കാരണമാണ് നമുക്ക് കൂടുതലും ഇത് തോന്നുന്നത്. ഇപ്പോൾ ഈ പടമാണ് നമ്മൾ ഫ്രഷായിട്ട് ആദ്യം കണ്ടിരുന്നെങ്കിൽ ചിലപ്പം നമ്മളിങ്ങനെ പറയില്ലായിരിക്കും. പാർട്ട് 1 നമ്മുടെ രാജുവേട്ടൻ, അതായത് സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ നമ്മുടെ ലാലേട്ടൻ്റെ ട്രസ്റ്റഡ് ലെഫ്റ്റനൻറ്റ് എന്ന് പറയുന്ന പുള്ളി കുറച്ച് സീൻസേ ഉള്ളൂ പാർട്ട് 1. വളരെ കുറച്ച് സീൻസേ ഉള്ളൂ. പക്ഷെ അത് മതിയായിരുന്നു പുള്ളി ആരാണെന്ന് കാണിക്കാനും. ആ കുറച്ച് സീൻസിൽ തന്നെ പുള്ളി ആരാണെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നു. പക്ഷെ ഇതിൽ പുള്ളിക്ക് കുറച്ചും കൂടെ ഒരു റെലവൻസ് കൊടുത്തിട്ടുണ്ട്. അത് സീൻസ് കൂടുതലുണ്ടെന്ന് മാത്രമല്ല, ആ എൻറ്റയർ സ്റ്റോറി ത്രെഡിൽ തന്നെ അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, ആ ഒരു ത്രെഡ് വന്നിട്ടുണ്ട്. സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ത്രെഡും ഇതിനകത്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലാലേട്ടൻ, അതായത് എൽ ബ്രാൻഡ് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഗ്രാഫ് ആയിരിക്കണം എപ്പോഴും കുറച്ച് മുകളിൽ നിൽക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ചില സമയങ്ങളിൽ നമ്മുടെ സയ്യിദ് മസൂദും നമ്മുടെ ലാലേട്ടനോടൊപ്പവും ചില സമയങ്ങളിൽ മുകളിലോട്ട് പോകാനും സാധ്യത, അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് കയറുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യം എനിക്ക് ജനറലായിട്ട് നമ്മുടെ ലാലേട്ടനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ പാർട്ട് 1 കണ്ട ആ ഒരു ലൂസിഫർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, അതായത് പുള്ളിയുടെ ഒരു നോട്ടമായാലും ഒരു ശബ്ദം കൊണ്ടായാലും അത്
ആ ഒരു ഓറ, മനസ്സിലായി, ആ ഒരു ഓറ എന്ന് പറയില്ലേ, അത് ഇതിൽ കുറച്ച് നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പാർട്ട് 1 നമ്മുടെ ബൈജു ഷാജോണും കൂടെ സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം ബൈജു മറ്റേ ഫോൺ കൊടുത്തിട്ട് ഷാജോനോട് നീ ഒന്ന് സംസാരിച്ച് നോക്ക്, എന്നിട്ട് അപ്പോൾ ആ ഫോണിൽ കൂടെ ജസ്റ്റ് ഒരു വാക്ക് മറ്റേ അലോഷി എന്ന് പറയുമ്പം തന്നെ ആ സീനിൻ്റെ പവർ അവിടെ അങ്ങ് കയറുകയാണ്. ആ ഒരു ഭയവും, അതായത് ആ ഒരു സൗണ്ടിൽ തന്നെ പുള്ളി എല്ലാം എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഇവിടെ കുറച്ച് മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു ഓറ നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് പൊതുവേ തോന്നി. അതേപോലെ സയ്യിദ് മസൂദിനെ കുറച്ചും കൂടെ ഒന്ന് പമ്പ് ചെയ്ത് കയറ്റാൻ നോക്കിയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. സോ ലാലേട്ടൻ്റെ ഗ്രാഫ് എനിക്കൊന്ന് ഈ മൂവിയുടെ മെയിൻ ക്യാരക്ടറാണ്. അപ്പം പുള്ളിയുടെ ഗ്രാഫ് എപ്പോഴും ആ ഒരു പീക്കിൽ നിൽക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ ഇന്ദ്രജിത് സുകുമാരൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രജിത് സുകുമാരനും എനിക്ക് ആദ്യത്തെ പാർട്ടിൽ കണ്ട ആ ഒരു എന്തൂസിയാസം ഉണ്ട്, ഒരു മിസ്റ്റീരിയസ് മാൻ. അപ്പം നമുക്കും തോന്നിപ്പോവും ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ഭയങ്കര ഒരു ഭയവും അങ്ങനെയൊക്കെ ഉള്ള ഒരു, മനസ്സിലായി, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരും. പക്ഷേ ഇതിൽ ഒരു റിട്ടയർഡ് ലൈഫ് പോലെയാണ് എനിക്ക് തോന്നിയത്. ജീവിക്കുക ഒരു റിട്ടയർമെൻറ്റ് ഹോമിൽ താമസിക്കുന്ന ആളെപ്പോലെ ഒരു കൂളായിട്ട്. എനിക്കങ്ങനെ പുള്ളി ഇതിലില്ലായിരുന്നെങ്കിലും അങ്ങനെ വലിയ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ പാർട്ട് 1 പുള്ളിയുടെ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു റെലവൻസും അതിൻ്റെ ഒരു പവർ, ആ പാർട്ട് 1 പുള്ളിക്ക് കുറച്ച് സീൻസേ ഉള്ളൂ. പാർട്ട് 1 കുറച്ച് സീൻസ് ഉള്ളതിൽ തന്നെ പുള്ളി നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ അതിൽ കൺവേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് കൂടുതലുണ്ട്, കുറച്ച് കൂടുതൽ സീൻസ് ഉണ്ട്. ഒരു പുള്ളിയെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാണ് ഇത്രയും ഇട്ട് വട്ടം കറക്കിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ചിലപ്പം ആ പാട്ടിന് വേണ്ടി അവർ ഷൂട്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ പുള്ളിയുടെ ആ പാർട്ട് 1 ആ ഒരു റെലവൻസ് എനിക്ക് ഇതിൽ തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട് 1 ഞാൻ ഈ പാർട്ട് 1 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇതാണ് ഈ സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് 1 എന്ന് പറഞ്ഞ ഒരു സൂപ്പർ സാധനമാണ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, മനസ്സിലായില്ലേ. പക്ഷേ വേറൊന്നുമല്ല, പാർട്ട് 1 ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരുന്നു, മനസ്സിലായില്ലേ. അതിൻ്റെ വില്ലനായിരുന്നാലും, അതായത് നമ്മുടെ വിവേക് ഒബ്റോയ് ബോബി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് വേറെ ലെവലായിരുന്നു. നമുക്ക് അറിയാം പാർട്ട് 1 വില്ലൻ ആരാണ് എന്ന് നമുക്കറിയാം. പാർട്ട് 2 വില്ലൻ ആരാണ് എന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ. അങ്ങനത്തെ രീതിയിലാണ് പാർട്ട് 2 പോകുന്നത്. അപ്പോൾ ഒരു വില്ലൻ ക്യാരക്ടറിൻ്റെ ഒരു പവർ എനിക്ക് പാർട്ട് 2 എനിക്ക് കിട്ടിയില്ല. ഐ മീൻ എമ്പുരാനിൽ എനിക്കൊരു വില്ലൻ്റെ ആ ഒരു പവർ എനിക്ക് കിട്ടിയില്ല. ഇതിനകത്ത് മൾട്ടിപ്പിൾ ത്രെഡ്സ് ഉണ്ട്, അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് 3-4 ത്രെഡ്സ് ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയ ഒരു സ്റ്റോറിയാണ്. അപ്പം നമ്മൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അടുത്ത് മറ്റേ ത്രെഡിൻ്റെ ഓവർലാപ്പ് വരുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് അതിലോട്ട് പോകും. അപ്പോൾ അതിൽ കുറച്ച് ദൂരം ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കണ്ടിന്യൂറ്റിയെ ബാധിക്കും. അപ്പം അത് ആ സ്റ്റോറിയിൽ നമുക്കത് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ മേക്കിംഗ്, അതായത് ഈ ഒരു മൂവി OTT ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു 1000 റീൽ എടുക്കാനുള്ള സാധനം ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനത്തെ സീൻസ് നമ്മുടെ പൃഥ്വി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ലൊക്കേഷൻസിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിൽ കണ്ടു, മറ്റേ ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് ട്യൂബൊക്കെ പെർമിഷൻ വാങ്ങിച്ച് അതിനകത്ത് ഷൂട്ട് ചെയ്തു, സബ്വേയിൽ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല. ഐ മീൻ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്, മനസ്സിലായില്ലേ. ഇപ്പോൾ വേറൊരു മലയാളത്തിലൊരു മൂവി മേക്കറിന് ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കണമെങ്കിൽ പൃഥ്വിരാജിൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ്. അപ്പം പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ആക്ച്വലി ഒരു അക്കാഡമിക് പ്രോസസ്സായിട്ട് എടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കുറേ പഠിക്കാൻ വേണ്ടി ഫിലിം മേക്കിംഗ് പല ടൈപ്പിലുള്ളത്, ഇപ്പം ഡ്രോൺ ഷോട്ട്സ് ആയാലും അല്ലെങ്കിൽ ഏരിയൽ ഷോട്ട്സ് അല്ലെങ്കിൽ ഡെസേർട്ട്സ് ഷോട്ട്സ്, ഇങ്ങനെയൊക്കെ ഉള്ളത് പുള്ളി ഇങ്ങനെ ഒരുപാട് പരീക്ഷിച്ച് പഠിച്ചേക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ചെയ്തേക്കുന്നതെല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ നമ്മുടെ വില്ലൻ എന്ന് പറയുമ്പം എത്രാമത്തെ വില്ലൻ എന്നൊരു ചോദ്യം വരാം. കാരണം ഇതിനകത്ത് ഒരുപാട് വില്ലന്മാരുണ്ട്. പക്ഷേ ഇത് പാർട്ട് 3 വേണ്ടിയുള്ള നമ്മുടെ വില്ലൻ്റെ ഇൻട്രഡക്ഷനാണ്. ഇത് കുറേ നാളുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ
കറങ്ങി നടക്കുന്നുണ്ട്. മറ്റേ ഡ്രാഗൺ ഷർട്ടിട്ട ആൾ ആരാണ്? ഖുറേഷി അബ്രാം എന്ന് പറയുന്ന കക്ഷി നമ്മൾ വച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ലൂസിഫർ, ദ ഡെവിൾ, ഐ മീൻ പുള്ളിയാണ് ടോപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വച്ചേക്കുന്നത്. മനസ്സിലായി? പുള്ളിയുടെ മുഖം ആൾക്കാർ കണ്ടിട്ടില്ല, അങ്ങനത്തെ ലെവൽ. അപ്പോൾ ഒരു വില്ലൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന വില്ലനായിരിക്കണം വരേണ്ടത്. പക്ഷേ വില്ലൻ്റെ ആ ഒരു ഇൻട്രോ ഒന്ന് തണുത്തു പോയതുപോലെ എനിക്ക് തോന്നി. അത് കുറച്ചും കൂടെ പഞ്ചിയാക്കാമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എങ്കിലേ പാർട്ട് 3ക്ക് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പ്, പാർട്ട് 1 തന്നതുപോലെ ഒരെണ്ണം പാർട്ട് 3 വരാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നിങ്ങനെ വെയിറ്റ് ചെയ്യില്ല, അത് ഇല്ലായിരുന്നു. അതെനിക്ക് മിസ്സായി. വില്ലനെ കണ്ടപ്പോഴും എനിക്ക് തോന്നി ഇത് നമ്മുടെ ഖുറേഷി അബ്രാമിൻ്റെ 7 അയലത്ത് വരില്ല എന്ന് തോന്നി. അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. സോ യു ഷുഡ് ബി ലൈക്ക് ഗെറ്റിംഗ് എ ഫീലിംഗ് ലൈക്ക് പുള്ളിയെക്കാട്ടിയും വലുതെന്തോ ആണ് വരുന്നത്. അപ്പം പുള്ളിക്ക് അതെങ്ങനെ നേരിടും എന്നുള്ളത് ഒരു തോന്നൽ നമുക്ക് കിട്ടണം. എങ്കിലാണ് നമുക്ക് L3 കാണുമ്പോൾ ഇങ്ങനെ ഒരിത് വരത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ സമ്മറൈസ് ചെയ്യാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ടോപ്പ് നോച്ച് മേക്കിംഗ്, ഒരു രക്ഷയില്ല. അവർ ഒരു കോംപ്രമൈസും ഇല്ല. പൈസയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് ആയാലും ലാലേട്ടനായാലും മഞ്ജു വാര്യർ ആയാലും ഐ മീൻ റിയലി ഗുഡ് ആക്ടിങ് ഫ്രം എവ്രി വൺ. ദ ഓൺലി പ്രോബ്ലം ഇസ് ഈ പടം നല്ല നമ്മൾ കുറേ സാധനങ്ങൾ മനസ്സിലായി. ഇപ്പം നിങ്ങൾ കുറേ നമ്മൾ ഈ ക്രോഷയൊക്കെ ചെയ്തിട്ട് തുണിയിലൊക്കെ ഡിസൈൻസൊക്കെ ചെയ്ത് ഇപ്പം നിങ്ങൾ ചെറിയ പീസസ് ആയിട്ട് ചെയ്യും. അത് നമ്മൾ ഓരോ പീസായിട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും വളരെ ഭംഗിയായിരിക്കും. പക്ഷെ അത് കറക്റ്റ് അതേപോലെ നിങ്ങൾ തുന്നിച്ചേർത്താൽ ആ ഒരു കണ്ടിന്യൂറ്റി, ആ ഒരു പാറ്റേണിൻ്റെ കണ്ടിന്യൂറ്റി അനുസരിച്ച് തുന്നിച്ചേർത്താൽ മാത്രമേ നമുക്ക് ആ ഒരു മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു ഇതേപോലെ വളരെ ഭംഗിയായിട്ട് എടുത്തേക്കുന്ന കുറേ പീസസ്, പക്ഷെ അതിങ്ങനെ തുന്നിച്ചേർത്തപ്പോൾ എന്തോ ഒരു പെശക്, എന്തോ ഒരു മിസ്സിങ് എവിടെയോ. അത് മെയിൻലി ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നൽ പറഞ്ഞതിൻ്റെ കാര്യം പാർട്ട് 1 സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബെഞ്ച് മാർക്ക് കാരണമാണ് ആൾക്കാർക്ക് ഈ പാർട്ട് 2ൽ ഇങ്ങനൊരു തോന്നൽ വരുന്നത്. 100% തിയേറ്റർ വാച്ച് മൂവിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ലെവലിലാണ് സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. അത് OTTയിലൊന്നും കണ്ടു കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണേണ്ട മൂവി തന്നെയാണെന്ന് ഞാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ നെഗറ്റീവായിട്ടല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. ബിക്കോസ് ദ മൂവി ഈസ് എ ഗുഡ് മൂവി, ബട്ട് they could have made it better so that ആ പാർട്ട് 1-നെക്കാട്ടിലും കുറച്ച് മേളിൽ നിൽക്കും എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫീഡ്ബാക്കാണ്. ഞാൻ ഈ മൂവി നല്ലോണം എൻജോയ് ചെയ്തു. ഞാൻ A to Z ആ ലാലേട്ടൻ്റെ ആ അവസാനം ഒരു ഇടയ്ക്കൊരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഗൂസ് ബംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ അടിച്ചു പോവും. ആ രീതിയിൽ അവസാനം വരെ ഞാനിരുന്ന് ഈ സിനിമ കണ്ടു, വളരെയധികം എൻജോയ് ചെയ്തു. നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ച് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു പാർട്ടിക്കാരനല്ല, എല്ലാ പാർട്ടിക്കാരനും കാണും ഇതിൽ. കാരണം എല്ലാവർക്കും ഇട്ട് ഓരോ ചെറിയ കുത്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കാം. സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതിൽ ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് വാസ് റിയലി ഗുഡ് വാച്ച് ഫോർ മീ. ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത പടമാണ്. കാരണം അതിൻ്റെ ആ മേക്കിങ്ങും എല്ലാം വെച്ചിട്ട്. അപ്പോൾ നിങ്ങളും തിയേറ്ററിൽ തന്നെ പോയി കാണണം. വളരെ നല്ല മൂവിയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഡീഗ്രഡേഷൻ കണ്ടിട്ട് പോയി കാണാതിരിക്കരുത്. ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. അപ്പം നിങ്ങളും പോയി എൻജോയ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾക്കും തോന്നിയത് എന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. അപ്പം വീണ്ടും കാണാം. ഓക്കെ.